കർക്കിടക മാസം 1-ാം തീയതിയാണ് ഇന്ന്. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പുണ്യമാസമാണ്. രാമായണശീലികൾ എല്ലായിടത്തും ഉയർന്നു കേൾക്കുന്ന സമയമാണ്. കേരളത്തിൽ എവിടെയൊക്കെയാണ് ശ്രീരാമക്ഷേത്രം ഉള്ളത് എന്ന് ചോദിച്ചാൽ കൃത്യമായ അറിവുകളൊന്നും എനിക്കില്ല. എന്നാലും തിരുവനന്തപുരത്ത് ഇങ്ങനെയൊരു ശ്രീരാമക്ഷേത്രമുണ്ട് എന്ന് അറിയുന്നത് ഈ അടുത്തിടെയാണ്. ഇത്രയും കാലം തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് എനിക്കിവിടെ വരാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇന്നത്തെ ദിവസം ഇവിടെ വരാൻ സാധിച്ചിരിക്കുകയാണ്. ഇവിടെ അകത്ത് നമുക്ക് ഇപ്പോൾ വിഷ്വൽ എടുക്കാൻ നിവർത്തിയില്ല. കാരണം ദേവസ്വം ബോർഡിൻ്റെ അനുമതി തേടേണ്ടതായിട്ടുണ്ട്. ഞങ്ങളത് അങ്ങനെ അനുമതി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഇവിടെയുള്ള ഭക്തരോടും അതുപോലെ തന്നെ ഇവിടുത്തെ വിശേഷങ്ങളും പങ്കുവയ്ക്കുകയാണ്. ഏതായാലും തിരുവനന്തപുരത്ത് പത്മവിലാസം റോഡിൽ ഇങ്ങനെ ഒരു ശ്രീരാമക്ഷേത്രമുണ്ട്. ചരിത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം ഒരു പുരാതനമായ ഒരു ക്ഷേത്രമാണിത് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ഒരു വീട്ടിലോ മറ്റും ഒക്കെ പ്രവേശിച്ചതുപോലെയാണ് ഇതിനകത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. വളരെ നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷമാണ്. എന്തായാലും ഈ ഒരു കർക്കിടക മാസം തുടങ്ങിയ ഇന്നു മുതൽ തന്നെ കർക്കിടക മാസം തീരുന്നത് വരെ മനസ്സിനും ശരീരത്തിനും ഒക്കെ തണുപ്പും ഒരു ശാന്തതയും ഒക്കെ ലഭിക്കാൻ ഈ ക്ഷേത്ര സന്ദർശനം എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ അറിയുന്നവരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അമ്മയുടെ പേര്? കോമള. അമ്മ എവിടുന്നാ വരുന്നേ? എന്താണ് ഈ അമ്പലത്തിൽ പതിവായിട്ട് വരാറുണ്ടോ? ഇല്ല, എപ്പോഴും ഇടയ്ക്കും വിശേഷങ്ങൾ മാത്രം വരാറുണ്ട്. കർക്കിടക മാസത്തിൽ രാമായണം വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. എന്തൊക്കെയാ കർക്കിടക മാസത്തിൽ ചെയ്യുന്നത്? ഞങ്ങൾ പാലക്കാട്ടുകാരാണ്. അപ്പൊ ഞങ്ങൾ അവിടെ ശിബോധി വെക്കും, ചേട്ട കളിക്കും. പണ്ടൊക്കെ അങ്ങനെയല്ലേ, ചേട്ടയൊക്കെ കളഞ്ഞ് ശിബോധി വെക്കും. ദിവസം കാലത്തും വൈകിട്ടും അതിനെ കുളിപ്പിച്ച് വിളക്ക് കൊളുത്തും. പിന്നെ കിണ്ടിയിൽ വെള്ളം വെക്കും, പൂ വയ്ക്കും. കിണ്ടിയുടെ ഇതിൽ പൂവൊക്കെ വെച്ച് തൊഴുതും. ഈ ഇന്നലെ വൈകുന്നേരം വയ്ക്കും ചെയ്യും. പിന്നെ ഇന്ന് മുതൽക്ക് പതിവായിട്ട് ഈ 31 എത്ര ഈ കർക്കിടകം 30, 31 അത് മുഴുവൻ ചെയ്യും. പാലക്കാട് എവിടാ? പാലക്കാട് കോട്ട മൈതാനത്തിൽ ഞങ്ങളുടെ വീട് ഇത് മോളാണ്. മോളുടെ കൂടെ വന്നിരിക്കുകയാണ്. രാമായണം വായിക്കും ഇപ്പോഴും? വായിക്കും. കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കണ്ണടി ഉണ്ട്. എന്നാലും കണ്ണിന് കുഴപ്പമൊന്നുമില്ല. കണ്ണ് വായിക്കാനൊക്കെ പറ്റും. രാമായണ മാസം കർക്കിടക മാസം ഇങ്ങനെ ആചരിക്കുന്നത് കൊണ്ടുള്ള ഒരു പുണ്യം എന്താണെന്ന് പറയാമോ? ഞങ്ങളുടെ നാട്ടില് 4 അമ്പലം പോകും. 4 അമ്പലം പോകും ഞങ്ങള്. ഇവിടെയും എല്ലാ അമ്പലങ്ങളിലും പോകും. ഭഗവാന്റെ 4 അമ്പലം പോകുകയാണല്ലോ. ഭരതന്റെ അമ്പലം ഇവിടെ, പിന്നെ എല്ലാവിടെയും പോകും. 4 അമ്പലം പോയിട്ട് ബസ് വരും, ഉണ്ടാവും. അവിടുന്ന് അതിൽ പോയി തൊഴുതിട്ട് വരും. 4 അമ്പലം അങ്ങനെയൊക്കെ ഉള്ളൂ. വേറെ കാര്യമായിട്ടൊന്നും. എന്തായാലും കണ്ടതിൽ വലിയ സന്തോഷം, ഭയങ്കര സന്തോഷം. കാരണം തിരുവനന്തപുരത്ത് ശ്രീരാമക്ഷേത്രങ്ങൾ ധാരാളമൊന്നുമില്ല. പക്ഷേ കർക്കിടക മാസം തുടങ്ങിയപ്പോൾ ഒരു ശ്രീരാമക്ഷേത്രത്തെക്കുറിച്ച് അറിയാനിടയായി. ചിലപ്പോൾ പറയുന്നത് തെറ്റായിരിക്കാം. ഇത്രയും കാലം തിരുവനന്തപുരത്ത് താമസിച്ചിട്ടും എനിക്ക് ഈ ശ്രീരാമക്ഷേത്രത്തിൽ വരാൻ സാധിച്ചില്ല. ചിലപ്പോൾ ഇന്നതൊരു നിയോഗമായിരിക്കും. പക്ഷേ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ആദ്യം മഹാലക്ഷ്മിയുടെ ഒരു ലോക്കറ്റ് എൻ്റെ കയ്യിൽ സമ്മാനമായി ലഭിച്ചു. അത് നൽകിയത് ശ്രീ സുബ്രഹ്മണ്യ അയ്യറാണ്. അദ്ദേഹത്തോട് ചോദിക്കാം. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതിയാണ്. ഞങ്ങൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് എടുക്കാൻ എത്തിയതാണ്. ഈ ക്ഷേത്ര നടക്കൽ വെച്ചാണ് അങ്ങേ കണ്ടത്. എന്താണ് ഇതിൽ ഒരുപാട് ലോക്കറ്റുകളുണ്ടല്ലോ, എന്താണ് ഇങ്ങനെ ഒരു ലക്ഷ്യം? കുറേ നാളായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ശ്രീരാമനവമിയാണ്, വെള്ളിയാഴ്ചയാണ്, കർക്കിടക മാസം തുടങ്ങുകയാണ്. അപ്പോൾ കുറേ ഭക്തജനങ്ങൾക്ക് എൻ്റെ വകയായിട്ട് കുറച്ച് ലോക്കറ്റ് കൊടുത്ത് പുണ്യം നേടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എല്ലാവരും നല്ല ഐശ്വര്യമായിട്ട് സന്തോഷമായിട്ട് കഴിയണം, കഷ്ടപ്പാടുകളെല്ലാം മാറ്റി നല്ല ജീവിതം ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ശ്രീരാമനോട് ഞാൻ നന്നായിട്ട് അതിനുവേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.